ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ഉത്തരാഖണ്ഡ് യാത്രയുടെ തേർഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോഴുള്ളത് മസൂറി മോൾ റോഡിലാണ്. ഞങ്ങൾ മോൾ റോഡിലുള്ള മോൾ പാലസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് താമസിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഋഷികേശിലോട്ട് പോകണം. പോകുന്ന വഴി നമുക്ക് മസൂറിയിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ കണ്ടു തീർക്കാനുണ്ട്. അപ്പോൾ അത് പോകുന്ന വഴി നമ്മൾ കാണും. ഇന്നലെ ആയിരുന്നു ഞങ്ങളിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ആ ഒരു നൈറ്റ് മസൂറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. മസൂറിയുടെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. പിന്നെ ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആണ് മോൾ റോഡ് എന്ന് പറയുന്നത്. വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു മോൾ റോഡ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ITBP, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. നമ്മുടെ ഇൻഡോ ചൈന ബോർഡറിൻ്റെ കാവൽക്കാരാണ് അവർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഋഷികേശിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് നമ്മുടെ മസൂറിൽ തന്നെയുള്ള അടൽ ഉദ്യാൻ അല്ലെങ്കിൽ കമ്പനി ഗാർഡൻ എന്ന് ലോക്കലായിട്ട് ഇവിടെ പറയും കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്തേയുള്ളൊരു ഗാർഡനാണിത്. വളരെ നന്നായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആകർഷിച്ചത് അവിടുത്തെ ഗ്രീനറിയാണ്, പിന്നെ അവിടുത്തെ ഫ്ലവേഴ്സാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. പിന്നെ എല്ലാ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ്ലി കളേർഡാണ്. നമ്മളിവിടെ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് ഓരോ പൂക്കളും കാണാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് അവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡായിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ നമ്മൾ കുറേ ചുറ്റിക്കറങ്ങി കണ്ടു, അവിടുത്തെ ഫ്ലവേഴ്സും അവിടുത്തെ ഗ്രീനറീസും ഒക്കെ. അപ്പോൾ നമുക്കൊരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശരിക്കും ഇവിടെയുള്ള ഈ നമ്മുടെ അടൽ ഉദ്യാൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ അടൽ ഉദ്യാനത്തോട് ചേർന്നിട്ട് തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ. പിന്നെ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വാക്സ് മ്യൂസിയം കൂടിയുണ്ട്. വാക്സ് മ്യൂസിയത്തിൽ ഉള്ള കാഴ്ചകളാണിത്. ശരിക്കും ഒത്തിരി അങ്ങനെ ക്രൗഡഡ് ഒന്നും അല്ല അവിടെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എല്ലാം കണ്ടു, വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ അടൽ ഉദ്യാനത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ വന്നത് മസൂറി ലേക്കിലോട്ടാണ്. ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് താഴോട്ട് പോകണം കേട്ടോ ലേക്ക് കാണാൻ. വളരെ വലിയൊരു ലേക്കല്ല അത്, പക്ഷേ അവിടുത്തെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. എവിടെ നോക്കിയാലും മസൂറിയിലും നമ്മളീ പോയ ഉത്തരാഖണ്ഡിലാണെങ്കിലും കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് ബോട്ടിങ്, അതുപോലെ തന്നെ സൈക്ലിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ഭട്ട ഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭട്ട ഫോൾസ് കാണാൻ നമുക്ക് ഇവിടുന്ന് റോപ്പ് വേ എടുക്കണം. ആ റോപ്പ് വേയിലുള്ള യാത്ര അതിമനോഹരമാണ് കേട്ടോ. അവിടുത്തെ കുറേ ഹിൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ മസൂറിനെ അറിയപ്പെടുന്നതിന് ക്യൂൻ ഓഫ് ഹിൽസ് എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വർണ്ണിച്ചാലൊന്നും മതിയാവില്ല. അത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അത് എന്താ പറയുക, അത് നമുക്കിപ്പോൾ ഈ ഫോട്ടോയിലോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിലോട്ട് പകർത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ഈ റോപ്പ് വേയിലൂടെ പോകുമ്പോൾ അതിമനോഹരമാണ് കേട്ടോ ശരിക്കും. ഈ ഭട്ട വില്ലേജിനെയും അതുപോലെ ഭട്ട ഫോൾസിനെയും കണക്ട് ചെയ്യുന്നതാണ് ഈ റോപ്പ് വേ. അപ്പോൾ അവിടേക്കുള്ള കാഴ്ചകളാണ് നമ്മളിതിനടുത്ത് കാണാൻ പോകുന്നത്.
നമ്മൾ അടൽ ഉദ്യാൻ, മസൂറി ലേക്ക്, ഭട്ട ഫോൾസ് ഈ 3 പ്ലേസസും കണ്ട് നേരെ നമ്മൾ ഋഷികേശിലോട്ട് യാത്ര തിരിച്ചു. കാരണം ഒരുപാട് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഋഷികേശിൽ എത്താൻ ലേറ്റാവും. അപ്പോൾ ഇവിടെ ഗംഗാ ആരതി നടക്കുന്നത് ത്രിവേണി ഘട്ടിലാണ്. അവിടെ നമുക്ക് ഏകദേശം ഒരു 4:30 ഓർ ബിഫോർ 5 നമ്മൾ എത്തിയേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ വളരെ ക്രൗഡഡ് ആയിരിക്കും, നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഋഷികേശിലോട്ട് ഗംഗാ ആരതി നടക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ടിക്കറ്റ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട്. ഒന്നാമത് ഇവിടെ കുറച്ചൊരു ചൂടാണല്ലോ, ഒരു എന്താ പറയുക, ഒരു ടയേർഡ്നെസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഗംഗയിലോട്ടങ്ങ് ഇറങ്ങി. ശരിക്കും ആ നല്ല ചൂടിൽ നമ്മൾ ആ ഗംഗാ നദിയിലോട്ടങ്ങ് കാലെടുത്ത് വെക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ശരിക്കും ആ വെള്ളത്തിനാണെങ്കിൽ ഐസ് കോൾഡ് വാട്ടറാണെന്ന് തോന്നിപ്പോവും. ശരിക്കും അത്ര നല്ല തണുപ്പുള്ള വെള്ളം. ഈ ചൂടത്ത് നമ്മൾ അവിടത്തോട്ടങ്ങ് ഇറങ്ങുമ്പോഴേക്കും നമ്മൾക്ക് ശരിക്കും നല്ലൊരു യാത്രയുടെ എല്ലാ വിഷമങ്ങളും ക്ഷീണവും മാറുന്ന രീതിയിലുള്ള ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഗംഗയിലൊന്ന് കാലും മുഖമൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ആരതി നടക്കുന്ന സ്ഥലത്തോട്ട് മാറിയത്. ഈ കാണുന്ന ഗംഗയുടെ ഇതേ തീരത്ത് തന്നെയാണ് കേട്ടോ ആരതി നടക്കുന്നത്. കുറച്ച് മാറി അങ്ങോട്ട് ആണ് ഈ ആരതി മെയിനായിട്ട് നടക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടത്തോട്ട് മാറിയിരുന്നു. അപ്പോഴേക്കും തന്നെ അവിടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു. വലിയ ക്രൗഡല്ല ആ സമയത്ത്, കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. ഇതാണ് ആ സ്ഥലം കേട്ടോ. ഇവരെ എല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാരതിയുടെ ടൈം എന്ന് പറയുന്നത് സൺസെറ്റിന് ശേഷമാണ്. ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ 6 ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു 7 മണി ആകുമ്പോഴേക്കേ അവിടെ ശരിക്കും ആരതി തുടങ്ങുന്നുള്ളൂ. അതുവരെ ഇവിടെ കുറേ പൂജകളും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ പൂജകളും കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടിലും ഓരോ സ്ഥലത്തും പൂജാരികൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് കുറേ ഭജനങ്ങളും എന്താ പറയുക അങ്ങനെയുള്ള കുറേ മണിമുഴക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലൊരു സൂര്യാസ്തമയം കൂടെ നമുക്ക് അവിടെ നിന്ന് ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള കാഴ്ചകളാണ് നമ്മളിത് കാണാൻ പോകുന്നത്. നമ്മൾ അന്ന് പോയ സമയത്ത് ഒരു 7 മണിക്കാണ് കേട്ടോ ശരിക്കും ആരതി മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഉള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മെയിനായിട്ടുള്ള ആരതി ചെയ്തു. 14 ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളവിടെ കണ്ടത് കേട്ടോ. ഇത് ത്രിവേണി ഘട്ടിൽ നടക്കുന്ന ആരതിയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. गंगा की आरती प्रारंभ होने जा रही है। आइए सभी भक्त लोग अपने अपने स्थान पर खड़े होकर बड़े भाव से गंगे मैया की आरती उतारे। देवी गंगे
അങ്ങനെ ഇത്രയും സമയത്തെ ഭജനവും മണിമുഴക്കങ്ങളും ആരതിയും എല്ലാം കൊണ്ടും ശരിക്കും വല്ലാത്തൊരു സ്പിരിച്വൽ വൈബാണ് കേട്ടോ അവിടെ എല്ലായിടത്തും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് ഇതൊക്കെ. ഇവിടെ വരാനും ഈ ആരതിയിൽ പങ്കെടുക്കാനൊക്കെ പറ്റുന്നതല്ല ശരിക്കും. അങ്ങനെ നമുക്കതിന് ശേഷം നമുക്ക് പ്രസാദമൊക്കെ തരും, നമുക്ക് കർപ്പൂരമൊക്കെ തൊഴാനൊക്കെ കൊണ്ടുവരും. പിന്നെ നമുക്ക് ഗംഗാജലം ഡയറക്റ്റായിട്ട് നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ യാത്ര ഇവിടെ തീരുവാണ് കേട്ടോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.